ഹലോ, ഇനി നമുക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ബീഡ്സൊക്കെ പഠിച്ചെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പാറ്റേൺസ് ആണ്, അതുപോലെ തന്നെ ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. ആര്യ നീഡിൽ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് നോർമൽ നീഡിൽ വെച്ചിട്ടും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ആര്യ വർക്ക് അറിയില്ല, എംബ്രോയ്ഡറി ചെയ്യാൻ അറിയില്ല. ഇനി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമൽ നീഡിൽ വെച്ചിട്ട് ഒന്നും അറിയാത്തവർക്കും ഈസി ആയിട്ട് ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു പാറ്റേൺസൊക്കെ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സ് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഓർഡർ എടുത്തിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റും കേട്ടോ. നമ്മൾ കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. ഇതിനായിട്ട് കുറച്ചൊരു ടൈം കണ്ടെത്തുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരും. അതുപോലെ തന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് കൂടി വരും. അങ്ങനെ നമുക്ക് പുറത്തൊക്കെ ഓർഡർ എടുക്കാനും വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാനീ പറയുന്നത്. അപ്പം കുറേ ആൾക്കാർ എന്നോട് എപ്പോഴും ഡൗട്ട് ചോദിക്കാറുണ്ട്, ഈ ആര്യ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോ കമൻറ്റ്സ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു റിപ്ലൈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും തുടങ്ങാൻ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലുള്ള വർക്കൊക്കെ പുറത്ത് ചെയ്ത് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനായിട്ടൊരു സമയം കണ്ടെത്തുക, നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വർക്കൊക്കെ പഠിച്ചെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണം എന്നുള്ളവർ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.